അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഉഴുന്നുവടയുടെ റെസിപ്പിയാണ്. ഉഴുന്നുവട ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയാണ്. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ഉഴുന്നുവടയുടെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ നല്ലൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചട്നിയാണ്. തക്കാളി ഉള്ളിയൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഉഴുന്നുവട റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പിന് 2 കപ്പ് ഉഴുന്നുപരിപ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 6 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉഴുന്നുപരിപ്പാണ്. അപ്പോൾ ഒരു 6 മണിക്കൂറാണ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാനതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഉഴുന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫുഡ് പ്രോസസ്സറിലോ ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് അരയാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഞാനിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഉഴുന്നെല്ലാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ വട ഒന്നുകൂടെ ക്രിസ്പി ആയിട്ടിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആവും. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഞാനിത് അടച്ച് വെച്ച് 1 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് ചെറുതായിട്ടൊന്ന് പൊന്തി വരും. അതിന് ശേഷം അതിലേക്ക് വേണ്ട ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് 1 മണിക്കൂറിന് ശേഷം എടുക്കാം. അങ്ങനെ മാവ് ഏകദേശം 1 മണിക്കൂറായി നമ്മൾ എടുത്ത് വെച്ചിട്ട് ഇനി നമുക്കതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു ഉള്ളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഒരു 6-7 കുരുമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് ചേർത്താൽ മതി, അത്രയാണ്. ഇനി ഇതെല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യല്ലാന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്തെടുത്താൽ മതി. കുരുമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ചതച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചിട്ടിട്ട് തന്നെയാണ് ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നത്. ചോപ്പ് ചെയ്യല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ കുരുമുളക് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ മാവിലേക്ക്. അപ്പോൾ നമുക്കിതൊന്ന് ചോപ്പ് ചെയ്യാം. ഇനി നമുക്കതെല്ലാം മാവിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് ചെറുതായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. 1 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ മാവിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് എല്ലാ സൈഡിലും ആക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സാക്കാം. അങ്ങനെ ഉഴുന്നുവടക്ക് വേണ്ട മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഈ മാവ് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വട ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ കൈ ചെറുതായിട്ടൊന്ന് പച്ചവെള്ളത്തിലൊന്ന് മുക്കിയ ശേഷം മാവിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിലെടുക്കുക. ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ കൈ കൊണ്ട് ഒരു ഓട്ടാക്കിയ ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാവർക്കും അറിയുന്നതാവും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. കൈൻ്റെ തള്ളവിരൽ ഉപയോഗിച്ചിട്ട് നടുവിലൊരു ഓട്ടാക്കിയിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേവില്ല. അപ്പോൾ ഒരു സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വട ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ ഉൾഭാഗം നല്ല കറക്റ്റ് വേവാവും ചെയ്യും. അതുപോലെ വട നല്ലൊരു കളറായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇതാ ഉഴുന്നുവടയുടെ 2 സൈഡും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളറായാലും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള വടയും തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ എല്ലാ വടയും ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട്, പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട്, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട ചട്നി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 8 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്.
കട്ട് ചെയ്യണമെന്നില്ല, ഇതുപോലെ തന്നെ ഇട്ടാൽ മതി. നമ്മളിത് വഴറ്റിയ ശേഷം അരച്ചെടുക്കാനുള്ളതാണ്. ഇനി അത് രണ്ടും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയ ശേഷം ഒരു തക്കാളി കട്ട് ചെയ്തിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കി അടച്ച് വെച്ച് ഈ തക്കാളി ഉള്ളി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ അതെല്ലാം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത്ര വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. പുളി ഒരുപാട് ആവരുത്. ഇനി ഇത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിയും ഒക്കെ നന്നായിട്ട് വഴറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഇനി അതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് ഒരു 3/4 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു, പുളി പിഴിഞ്ഞ വെള്ളം, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആ പുളി വെള്ളമൊക്കെ ഒഴിച്ചതല്ല, അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ചൂടാറാനായിട്ട് വെക്കണം. നന്നായിട്ട് ചൂടാറിയ ശേഷം വേണം മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. നമ്മളിതിൽ തക്കാളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. ഞാൻ വലുതായ കാരണമാണ് 1 എണ്ണം ചേർത്തത്. അതുപോലെ പുളി ഇഷ്ടമില്ലാത്തവർ പുളി ചേർക്കണമെന്നില്ല, അല്ലാതെ തന്നെ തക്കാളിയുടെ പുളി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. പുളി വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ കുറച്ച് പുളി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തതിൻ്റെ പകുതി പുളി എടുത്താലും മതി. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം. അങ്ങനെ ഇത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ചൂടാറിയ ശേഷം വേണം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ചമ്മന്തി ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചട്നി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്കിത് വടയുടെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉഴുന്നുവടയും ചട്നിയും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.